എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി തന്നതുപോലെയൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം ഒന്ന് ഡിലീറ്റ് ആക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളിലേക്ക് വരാം നമുക്ക്. ഓക്കെ, അപ്പം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും അവ എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്നതും വിശദമാക്കുന്നതിന് മുമ്പ് നമുക്ക് സാധനങ്ങളുടെ വിവിധ തരങ്ങൾ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും അതൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഏതൊക്കെ തരം സാധനങ്ങളാണുള്ളത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. വിവിധ തരം സാധന സേവനങ്ങളും അവയുടെ പ്രത്യേകതകളും താഴെ കൊടുത്തിരിക്കുന്നു. ഉചിതമായ ഉദാഹരണങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കുക. ഇതിനായി നൽകിയിട്ടുള്ള സൂചനകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയുടെ താഴെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. സൂര്യപ്രകാശം, വായു, ഭക്ഷണം, വാഹനങ്ങൾ, വസ്ത്രങ്ങൾ, ധാതുക്കൾ, ഫാക്ടറികൾ, ഉപകരണങ്ങൾ, വീട്, ചെരുപ്പ്, മേശ, വീണ്ടും വീട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പാൽ, പച്ചക്കറി, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും എന്നാൽ നിങ്ങൾക്ക് ഈ ടേബിൾ പഠിച്ചു പോകുന്നതിലൂടെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് സാധനങ്ങൾ പലതരത്തിലുണ്ട്. ഒന്നാമത്തേത് നമുക്ക് നോക്കാവുന്നതാണ് സൗജന്യ സാധനങ്ങൾ. സൗജന്യ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയിൽ ധാരാളമായിട്ടുള്ളവയും എല്ലാവർക്കും ലഭ്യമായവയും ആയ വസ്തുക്കളാണ് സൗജന്യ സാധനങ്ങൾ. ഇവ സൗജന്യമായി ലഭിക്കുന്നവയാണ്. ഇവയ്ക്ക് വില നൽകേണ്ടതില്ല. നമ്മൾ കാശ് കൊടുക്കാതെ തന്നെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന സൗജന്യ സാധനങ്ങളാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്, സൗജന്യ സാധനങ്ങൾ, ഫ്രീ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് പൈസ കൊടുക്കേണ്ട. അത് ഏതൊക്കെയാണ് സാധനങ്ങൾ? പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കും. സൗജന്യ സാധനങ്ങൾക്ക് ഉദാഹരണം എഴുതുക. ഏതൊക്കെയാണ്? സൂര്യപ്രകാശം നിങ്ങൾ കാശ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്? അല്ല. വായു അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ്? നമുക്ക് സൗജന്യ സാധനങ്ങളായിട്ട് സൂര്യപ്രകാശവും വായുവും ഒക്കെ നമുക്ക് സൗജന്യ സാധനമായിട്ട് പറയാം. അടുത്തതാണ് ഇക്കണോമിക് സാധനങ്ങൾ. ഇക്കണോമിക് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വില കൊടുത്തു വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കളാണിവ. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വില കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്? വില കൊടുത്തു വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇക്കണോമിക് സാധനങ്ങൾ പലപ്പോഴും എന്താണ്? അത് നിർമ്മിക്കപ്പെടുന്നതോ പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നതോ ആകാം. അതായത് ഇക്കണോമിക് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കാം? അത് നമ്മൾ ഫസ്റ്റത്തെ പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൊടുത്തിട്ടാണ്. അത് എവിടെയൊക്കെ കാണാം? ഒന്നെങ്കിൽ അത് ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയിൽ അത് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നമ്മൾ വില കൊടുത്തിട്ട് എടുക്കും. അതായത് പ്രകൃതിയിൽ നിന്ന് പ്രകൃതിക്ക് എവിടെ കാശ് കൊടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അത്തരം ഇക്കണോമിക് സാധനങ്ങൾ. അപ്പോൾ അതായത് നമുക്ക് അരി അല്ലെങ്കിൽ ഗോതമ്പ് അല്ലേ? അരി, ഗോതമ്പ്, അല്ലെങ്കിൽ നമുക്ക് പെട്രോൾ അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ധാതുക്കൾ എന്ന് പറയാം. ധാതുക്കൾ നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വർണം, ചെമ്പ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ ധാതുക്കൾ എന്ന് പറയും. ഇത് പ്രകൃതിയിലാണ്. പെട്രോൾ, ഡീസൽ, അതായത് പെട്രോളിയം പ്രകൃതിയിലുള്ളതാണ്. പക്ഷേ പെട്രോൾ നമുക്ക് പ്രകൃതിയിലുള്ള കരുതിയിട്ട് നമുക്ക് ഫ്രീ കിട്ടുമോ? ഇല്ല. പക്ഷേ അത് കാശ് കൊടുത്ത്, കാര്യം അത് അത്രയും മൈൻ ചെയ്ത് ശുദ്ധീകരിച്ചിട്ടാണ്, പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അരി, ഗോതമ്പ് സാധനങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ പ്രകൃതിയിലോ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങളാണ്, വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. അരി, ഗോതമ്പ്, പെട്രോള്, ധാതുക്കൾ, ഇതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എഴുതാം. അടുത്തത് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഉപഭോഗ സാധനങ്ങൾക്ക് ഉദാഹരണം എഴുതാൻ. ഉപഭോഗ സാധനങ്ങൾക്ക് ഉദാഹരണം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? അവിടെ എന്താ പറയേണ്ടത്? ജനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിനായി അന്തിമമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഉപഭോഗ വസ്തുക്കൾ. അന്തിമമായി, അതായത് നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്താണ്? അത്
ജനങ്ങൾ നമ്മുടെ പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കും. ആ ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ സാധനം പോയിട്ട് വാങ്ങിയിട്ടാണ് ആ ആവശ്യം നിറവേറ്റുക, ആ ലക്ഷ്യം നിറവേറ്റുക. അപ്പോൾ നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാനൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി, എനിക്ക് ചിക്കൻ വേറെ, അരി വേറെ, അതിലിടുന്ന മസാലകൾ വേറെ, ഇങ്ങനെയാണോ കിട്ടുക? അല്ല, എനിക്ക് അന്തിമമായ ഒരു പ്രൊഡക്റ്റ്, ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കിട്ടുക. അതാണ് ബിരിയാണി. അല്ലെങ്കിൽ എനിക്കൊരു എന്ത് വേണം, ഒരു വാഹനം വേണം. ആ വാഹനം എനിക്ക് വേണം. ആ വാഹനം ഞാൻ പോയി വാങ്ങുമ്പോൾ എനിക്ക് ടയറ് വേറെ, ഡോറ് വേറെ, ഗ്ലാസ് വേറെ, അങ്ങനെയാണോ കിട്ടുക? അല്ല, എനിക്ക് അന്തിമമായ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് കിട്ടുക. അപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് അന്തിമമായി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെ, ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തെ വാങ്ങിക്കും. അപ്പോൾ വിലയെ അടിസ്ഥാനമാക്കി ക്രയവിക്രയം നടത്തുന്ന ഇവ ഉൽപ്പാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാകാത്തതാണ്. വീണ്ടും എന്ത് ചെയ്യൂല, അപ്പോൾ ഒരു സാധനം വാങ്ങിച്ചു, ഞാനിപ്പോൾ ഒരു ടേബിൾ വാങ്ങിച്ചു, അത് വീണ്ടും അത് ഉണ്ടാക്കുന്നില്ല. ഞാൻ ടേബിൾ വാങ്ങിച്ചു, അത് ആ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് അവിടെ ഇരിക്കും. അല്ലെങ്കിൽ വണ്ടി വാങ്ങിച്ചു, ആ വണ്ടി ഉപയോഗിച്ചിട്ട് വേറെ സാധനം ഉണ്ടാക്കുന്നില്ല. ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് ഞാൻ വേറെ സാധനമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ബിരിയാണി ഉപയോഗിച്ചിട്ട് ഞാൻ വേറെ സാധനമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളാണ്, അതായത് അന്തിമമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിലയെ അടിസ്ഥാനമാക്കി ക്രയവിക്രയം നടത്തുന്ന ഇവ ഉൽപ്പാദന പ്രക്രിയയ്ക്ക് വീണ്ടും, അതിന് ഓരോന്നിനും ഓരോ വിലയുണ്ടായിരിക്കും. അങ്ങനെ വിലയുടെ അടിസ്ഥാനത്തിലാണ് വാങ്ങുക. ക്രയവിക്രയം എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുക എന്നുള്ള അർത്ഥം. ഉൽപ്പാദന പ്രക്രിയയ്ക്ക് വീണ്ടും വിധേയമാകാത്തവയാണ്. വീണ്ടും ഈ സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നില്ല, അത് ആ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? വാഹനങ്ങൾ എഴുതാം, വാഹനങ്ങൾ. അതുപോലെ തന്നെ മേശ എഴുതാം. അല്ലെങ്കിൽ ഭക്ഷണം എഴുതാം, ഫുഡ്. ഞാൻ നേരത്തെ ബിരിയാണി പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെരുപ്പ് എഴുതാം. ചെരുപ്പ് ഉപയോഗിച്ച് ഞാൻ വേറെ സാധനം ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇനി അടുത്തതാണ് മൂലധന സാധനങ്ങൾ, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു മൂലധന സാധനങ്ങൾക്ക് ഉദാഹരണം എഴുതാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മറ്റ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിക്കപ്പെട്ട സാധനങ്ങളാണിവ. അതായത് മൂലധന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. മറ്റു ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട സാധനങ്ങളെയാണ് നമ്മൾ മൂലധന സാധനങ്ങൾ എന്ന് വിളിക്കുക. മൂലധന സാധനങ്ങൾ ഉൽപ്പാദന പ്രക്രിയയെ സഹായിക്കുന്നതോടൊപ്പം ചിലപ്പോൾ ഉപഭോഗ സാധനങ്ങളായി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവ മൂലധന സാധനങ്ങളാവാറില്ല. ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് മൂലധന സാധനങ്ങളുടെ ഉദാഹരണം എഴുതി വെക്കാം. ഇപ്പോൾ നമുക്ക് എഴുതാവുന്ന മൂലധന ഒരു വേണമെങ്കിൽ പറയാം മെഷീനുകൾ. ഈ മെഷീനുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഫാക്ടറികൾ. ഇതൊക്കെ എന്താണ്? ഇപ്പോൾ മെഷീനുകൾ എന്തൊക്കെയോ വേറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്ന മെഷീൻ എന്തിനാണ്? സോപ്പ് ഉണ്ടാക്കാനായിരിക്കും അല്ലേ? ആ മെഷീനാണോ വിൽക്കുന്നത്? അല്ല, പകരം അതുകൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് വിൽക്കുന്നത്. ഇപ്പോൾ ഓട് അല്ലെങ്കിൽ ടൈൽ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി, ആ ഫാക്ടറിയാണോ വിൽക്കുന്നത്? അല്ല, പകരം അവിടെ ഉണ്ടാക്കുന്ന സാധനമാണ് വിൽക്കുന്നത്. അപ്പോൾ മറ്റു ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട സാധനങ്ങളെയാണ് നമ്മൾ മൂലധന സാധനം. മെഷീനുകൾ, ഫാക്ടറികൾ, ഉപകരണങ്ങൾ, ഇതൊക്കെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. പക്ഷെ ചില സമയത്ത് എന്തായിരിക്കും, ഈ മെഷീനുകൾ തന്നെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കും. സോപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജ്യൂസ് അടിക്കുന്ന മെഷീൻ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുക എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു ഫാക്ടറി, ഒരു ഓട് ഉണ്ടാക്കുന്ന ഫാക്ടറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഹനം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് മൂലധന സാധനമല്ല. അപ്പോൾ അതെന്തായിരിക്കും? അത് ഉപഭോഗ സാധനമായിട്ട് മാറും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇതേ മൂലധന സാധനങ്ങൾ മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാനാണ്. എന്നാൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സാധനം വിൽക്കാൻ വേണ്ടി വെച്ചാലോ, അപ്പോൾ അത് മൂലധന സാധനം എന്നുള്ള പ്രക്രിയയിൽ നിന്ന് മാറിയിട്ട് അത് ഉപഭോഗ സാധനങ്ങളായി മാറും. അതാണ് ഇവിടെ എഴുതി. മൂലധന സാധനങ്ങൾ ഉൽപ്പാദന പ്രക്രിയയെ സഹായിക്കുന്നതോടൊപ്പം ചിലപ്പോൾ ഉപഭോഗ സാധനങ്ങളായി ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ മെഷീൻ തന്നെ വിൽക്കാൻ വേണ്ടി വെക്കും, ചിലപ്പോൾ ഫാക്ടറി തന്നെ വിൽക്കാൻ വേണ്ടി വെക്കും. അപ്പോൾ അത് മൂലധന സാധനങ്ങൾ അല്ല, അതിനെ പറയുക ഉപഭോഗ സാധനങ്ങൾ എന്നാണ് പറയുക. ഇനി അടുത്തതാണ് ഈട് നിൽക്കുന്ന സാധനങ്ങൾ. ഈട് നിൽക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈട് നിൽക്കുന്ന സാധനങ്ങൾ. കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇവ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നവയായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അതേതാണ് ഈട് നിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ? നമ്മുടെ വീടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് 1-2 കൊല്ലം താമസിക്കാനാണോ? അല്ല, നമ്മൾ ഒരുപാട് കാലത്തേക്ക് താമസിക്കാനാണ്. അപ്പോൾ അത് എഴുതാം. ടേബിള്, മേശ നമുക്ക് എഴുതാവുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ദീർഘകാലത്തേക്ക്, അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒടിച്ച് കളഞ്ഞിട്ട് പോകാനാണോ? അല്ല. എന്നാൽ ഈട് നിൽക്കാത്ത സാധനങ്ങളുണ്ട്. കുറച്ച് കാലയളവിലേക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈട് നിൽക്കാത്ത സാധനങ്ങൾ. അതേതൊക്കെയാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ്, അതായത് ഭക്ഷണം എന്താണ്?
അത് ഒരു നേരം കഴിച്ചില്ല, ഒന്നോ രണ്ടോ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിലിരിക്കും. അല്ലെങ്കിലോ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഷവർമ ഒക്കെ കഴിക്കുന്ന ആൾക്കാർ വേഗം കഴിക്കണം ഇത് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഷവായ പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർ മന്തിയൊക്കെ വേഗം കഴിക്കണം എന്ന് പറയും. അത് ഉണ്ടാക്കിയിട്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഭക്ഷണം നമ്മൾ എന്താണ് ഈ പറയുന്ന ഈട് നിൽക്കാത്ത സാധനമാണ്. പാല് ഈട് നിൽക്കാത്ത സാധനമാണ് അല്ലേ, പാല് പെട്ടെന്ന് എന്താണ് അത് ചെയ്യണ്ടേ. പിന്നെ പച്ചക്കറി ഇതൊക്കെ ഈട് നിൽക്കുക. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പച്ചക്കറി ഉപയോഗിക്കാം. ഒരു കൊല്ലം ഇന്നലെ വാങ്ങിച്ച പാല് ഞാൻ അടുത്ത കൊല്ലം ഉപയോഗിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ, അതായത് സൗജന്യ സാധനങ്ങൾ, ഇക്കണോമിക് സാധനങ്ങൾ, ഉപഭോഗ സാധനങ്ങൾ, മൂലധന സാധനങ്ങൾ, ഈട് നിൽക്കുന്ന സാധനങ്ങൾ, ഈട് നിൽക്കാത്ത സാധനങ്ങൾ, ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദ്യം വരും. പരീക്ഷയ്ക്ക് ഉദാഹരണങ്ങൾ എഴുതാനോ അതെന്താണെന്ന്. അപ്പോൾ ഈ പട്ടിക വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പട്ടികയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. വിവിധ തരം സാധനങ്ങൾ നാം പരിചയപ്പെട്ടല്ലോ. ഇവയൊക്കെ വാങ്ങാൻ നാം പലപ്പോഴും കമ്പോളങ്ങളിൽ പോകാറുണ്ട്. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ മാർക്കറ്റിൽ പോകാറുണ്ട്. അപ്പോൾ കമ്പോളത്തിൽ പോകാറുണ്ട്. കമ്പോളങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ലിസ്റ്റ് പൂർത്തീകരിക്കും. ഇതും ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായിട്ട് വരും. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, നമുക്ക് എന്താണ് ചീഞ്ഞതും അളിഞ്ഞതുമായിട്ട് പച്ചക്കറിയോ പഴവർഗ്ഗങ്ങളോ ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒടിഞ്ഞ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ഉള്ള ഏതെങ്കിലും സാധനമാണോ നമ്മൾ വാങ്ങുക? അല്ല, നമ്മൾ ഗുണമേന്മയുള്ള ഒരു സംഗതി ആയിരിക്കും വാങ്ങുക. പിന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി കാലയളവ്, അതായത് തീയതി, നമ്മൾ പാക്ക്ഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകിൽ മാനുഫാക്ചർ ഡേറ്റും എക്സ്പയറി ഡേറ്റും നോക്കും. അതായത് മാനുഫാക്ചർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പറയുന്ന സംഗതി എന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബ്രെഡ് പോലത്തെ ഐറ്റംസൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത് എക്സ്പയറി ഡേറ്റ്, അത് എത്രാം തീയതി വരെ നമ്മൾ ഉപയോഗിക്കാം. പാലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കും. ഇനി നമുക്ക് വേറെ എന്തൊക്കെ നോക്കാൻ വേണ്ടി പറ്റുക? നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിശ്വാസ്യത എന്ന് പറയുന്ന കാര്യം. നമുക്ക് ഈ പ്രൊഡക്റ്റ് വിശ്വാസ്യതയോട് കൂടിയിട്ട്, ഇങ്ങനെയാണ് എഴുതുക, എന്നുള്ളത് സ്യത. ഓക്കെ, അത് രണ്ട് രീതിയാണ് കേട്ടോ, വിശ്വാസ്യത. അപ്പോൾ വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ സാധനം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമോ, ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അതിൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. നമുക്ക് വാങ്ങുന്ന സാധനം കൃത്യ അളവിൽ തന്നെയാണോ തരുന്നത് എന്ന് നമ്മൾ നോക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു പോയിന്റ് എഴുതാം, വിൽപ്പനാനന്തര സേവനം എന്ന് എഴുതാം. വിൽപ്പനാനന്തര സേവനം നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. എന്താണ് വിൽപ്പനാനന്തര സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സാധനം വാങ്ങി അതിനെന്തെങ്കിലും കേടുപാടുകളൊക്കെ വന്നാൽ അതിൻ്റെ കമ്പനിയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ, കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അല്ലേ. ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായ വില, ഗുണനിലവാരം, വാറൻറ്റി, അതായത് ഈ സാധനം കുറച്ച് പെട്ടെന്ന് ഇന്ന് വാങ്ങി നാളെ തന്നെ കേടായാലും ആരോട് പോയി പറയും? നമ്മുടെ പൈസ പോയി. അപ്പോൾ ചില കാര്യങ്ങൾ വാറൻറ്റി നൽകും. ഇത്ര കാലത്തേക്ക് നിങ്ങൾക്ക് കേടുപാടുകൾ വരില്ല എന്നുള്ള ഗ്യാരണ്ടിയും ഒക്കെ തരും. സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതായത് ഈ സാധനം ഉപയോഗിക്കുന്ന സമയത്ത് പല സുരക്ഷാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും അല്ലേ. ഇന്ന രീതിയിലായിരിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇത്ര ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ വ്യക്തമായ ധാരണ ഇല്ലാത്ത ഉപഭോക്താക്കൾ ചിലപ്പോൾ കബളിപ്പിക്കും. ഇതൊന്നും നോക്കാതെ വെറുതെ തോന്നിയ പോലെ കാശ് കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊന്നും നോക്കാതെ സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾ പറ്റിക്കപ്പെടും അല്ലേ. ഇത് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതിൽ കലാശിക്കാം. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാനുള്ള സാധ്യതകളും ഈ കമ്പോളങ്ങളിൽ സാധാരണയാണ്. ഇത്തരം ചൂഷണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ സാധന സേവനങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പല കാര്യങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പല കാര്യങ്ങളും ഒരു സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുകയുള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. സാധന സേവനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ല് ലഭിക്കേണ്ടത് ഉപഭോക്താവിൻ്റെ അവകാശമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു സാധനം വാങ്ങുന്ന സമയത്ത് കൃത്യമായിട്ടും ആ ഉപഭോക്താവ് എന്ത് ചെയ്തിരിക്കണം? അതിൻ്റെ ബില്ല് ചോദിച്ച് വാങ്ങിയിരിക്കണം. കാര്യം നമ്മളൊരു സാധനം വാങ്ങിയതിന് ശേഷം നമ്മളോട് പറയുകയാണ് ഇത് നമുക്കതിന് കേടുപാട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ ഇത് ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയതല്ല എന്ന് അവർ തിരിച്ചു പറയും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കടയിൽ നിന്നാണ് വാങ്ങിയത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ബില്ല് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആ ബില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബില്ലിൽ GST നമ്പർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ടേക്കാം. ബില്ല് വാങ്ങുന്നതിലൂടെ ഉപഭോക്തൃ അവകാശം
സംരക്ഷിക്കുന്നതോടൊപ്പം ഒരു സാമൂഹിക പ്രതിബദ്ധത ഉറപ്പാക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ബില്ല് കൃത്യമായി വാങ്ങണം. ബില്ലിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് GST നമ്പർ ഉണ്ടോ എന്നുള്ളത്. ഈ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന സമയത്ത് ഉള്ള ഒരു നികുതിയാണ്. നമുക്ക് ആദ്യം പലതിനും പല നികുതിയായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി ഒരേ ലെവലിലുള്ള ഒരേ രീതിയിലുള്ള നികുതിയാണ് നമുക്കുള്ളത്. അതാണ് GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. അപ്പോൾ ഈ GST ഉണ്ടോ, GST നമ്പർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. കാര്യം ഓരോ 20 ലക്ഷം രൂപയുടെ മേലെ കച്ചവടം നടക്കുന്ന എല്ലാ കടകളിലും എന്തുണ്ടായിരിക്കണം, GSTയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. കാര്യം അവർ ആ ടാക്സ് കൊടുക്കാൻ നിർബന്ധിതരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു കടയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് GST വാങ്ങുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് ബില്ലിൽ ടാക്സ് വാങ്ങുന്നുണ്ട്, എന്നാൽ അവർ എന്ത് ചെയ്തിട്ടില്ല, ആ ബില്ലിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത്, അവർ ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, പക്ഷെ അത് എവിടേക്ക് എത്തുന്നില്ല, ഗവൺമെൻറ്റിലേക്ക് എത്തുന്നില്ല. ഗവൺമെൻറ്റിലേക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ട പണമാണ് GST. ഓരോ 20 ലക്ഷം രൂപയുടെ മേലെ കച്ചവടം ഉള്ള എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കേണ്ട, വ്യാപാരികൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് GST എന്ന് പറയുന്നത്. അപ്പോൾ GST നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. GST ഉണ്ട്, നമ്മളൊരു സാധനം വാങ്ങി, ഓക്കെ, അതിൻ്റെ പൈസ പറഞ്ഞു പ്ലസ് ഇതിൻ്റെ GST കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. പക്ഷേ അവർ ചിലപ്പോൾ ബില്ലിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, GST നമ്പർ ഇട്ടിട്ടുണ്ടായിരിക്കില്ല. ബില്ലിൽ GST നമ്പർ ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താണ്, അത് ആ പൈസ പോക്കറ്റിലേക്കാണ്, അവരുടെ പേഴ്സണൽ പോക്കറ്റിലേക്കാണ് പോയിട്ടുള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബില്ല് വാങ്ങിക്കണം, ബില്ലിൽ GST നമ്പർ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എല്ലാ കടകൾക്കും GST നമ്പർ ഉണ്ടാവില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇനി നിങ്ങളുടെ ഏതെങ്കിലും അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് GST നമ്പർ ഇല്ലല്ലോ എന്ന് പറയാൻ നിൽക്കേണ്ട. 20 ലക്ഷം രൂപയുടെ മേലെ കച്ചവടം വരുമാനം അല്ലെങ്കിൽ വിറ്റു വരുമാനമുള്ള സ്ഥലങ്ങളിലാണ്, അത്തരം സ്ഥാപനങ്ങളാണ്, വലിയ വലിയ ടെക്സ്റ്റൈൽസുകൾ, ഹോട്ടലുകളൊക്കെയാണ് GST നിർബന്ധമുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ എന്താണ് ശരിക്കും ചെയ്യുന്നത്, ബില്ല് വാങ്ങുന്നതിലൂടെ ഒരു ഉപഭോക്തൃ അവകാശം നിങ്ങളൊരു സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയിട്ട് നിർവഹിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ GSTയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചരക്ക് സേവന നികുതി എന്ന് പറഞ്ഞിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ 101 ഭേദഗതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST വന്നിട്ടുള്ളത്. പലതരത്തിലുള്ള നികുതികളായിരുന്നു പണ്ടുണ്ടായിരുന്നത്, അതെല്ലാം കൂടി ഒന്നാക്കി ഒരു രാജ്യം ഒരു നികുതി. അത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചാലും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചാലും ആന്ധ്രാപ്രദേശിൽ വാങ്ങിച്ചാലും ഈ GSTയിൽ ഉൾപ്പെടുന്ന ഒരു വസ്തുവാണ് നമ്മൾ വാങ്ങുന്നത്. GSTക്ക് പല സ്ലാബുകളുണ്ട്, ഓരോ വസ്തുക്കളെയും പല പല GSTകളുടെ സ്ലാബുകളിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്ന സാധനങ്ങൾ ഇന്ന സ്ലാബിൽ, ഇന്ന സാധനങ്ങൾ ഇന്ന ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഈ GSTയിലുള്ള സാധനമാണ് വാങ്ങുന്നതെങ്കിൽ എല്ലാ സംസ്ഥാനത്തും ഒരേതായിരിക്കും. എന്നാൽ ചില വസ്തുക്കൾക്ക് GST ഇല്ല, ചില വസ്തുക്കൾ GST ഇല്ലാത്ത വസ്തുക്കളുമുണ്ട്. എന്നാൽ GSTയിൽ ഉൾപ്പെടുന്ന വസ്തുക്കളാണെങ്കിൽ എല്ലായിടത്തും, നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഒരേ നികുതിയായിരിക്കും, വിലയല്ല പറയുന്നത്, ഒരേ നികുതി ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ തട്ടിപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. GSTയുടെ ഈ സ്ലാബുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ 5%, 12%, 18%, 28%. അതായത് ചില വസ്തുക്കൾ ഉൾപ്പെടുന്നത് 5% ടാക്സിലാണ് വരുന്നത്, ചില വസ്തുക്കൾ വരുന്നത് 12% ടാക്സിലാണ് വരുന്നത്, ചില വസ്തുക്കൾ 18% ടാക്സിലാണ് വരുന്നത്, ചില വസ്തുക്കൾക്ക് 28% ടാക്സാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പല സ്ലാബുകളിലായിട്ടാണ് നികുതി നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ചില വസ്തുക്കൾക്ക് GST ഇല്ല, GST ബാധകമല്ല, 0ആണ്. അപ്പോൾ അവയെ GST കൊടുക്കേണ്ടത്, അവർക്ക് ടാക്സ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് GST നിരക്കുകൾ വരുന്നത്. GSTയിൽ നിന്നും ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങളുമുണ്ട്. GSTയുടെ ഒരു ഘടന താഴെ പറയുന്ന പ്രകാരമാണ്. നാം നൽകുന്ന GSTയുടെ 50% സംസ്ഥാന സർക്കാരിനും, SGST എന്ന് പറയും, 50% കേന്ദ്ര സർക്കാരിനും, CGST എന്ന് പറയും, ലഭിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു, ആ സാധനം 100 രൂപയാണ് അതിൻ്റെ വില. ഈ 100 രൂപയുടെ സാധനത്തിന് ഒരു 28% GST ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 128 രൂപയാണ് മൊത്തം നമ്മൾ ബില്ലിൽ കൊടുക്കേണ്ടത്. ഈ 28 രൂപ GST ആണ്. ഈ 28 രൂപയിൽ GST എങ്ങനെയാണ്, 14 രൂപ എന്തായിരിക്കും, സംസ്ഥാന ഗവൺമെൻറ്റിനാണ് നമ്മൾ ആ സാധനം വാങ്ങിച്ചതിലൂടെ കിട്ടിയത്. ഈ 14 രൂപ കേന്ദ്ര സർക്കാരിന് നമ്മൾ ആ സംഗതി വാങ്ങിച്ചതിലൂടെ നികുതിയായിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ സംസ്ഥാന സർക്കാരിന് 50%, കേന്ദ്ര സർക്കാരിന് 50%, ഇങ്ങനെ CGST എന്നും SGST എന്നും, സ്റ്റേറ്റ് GST ഉണ്ട്, സെൻട്രൽ GST ഉണ്ട്. ഇങ്ങനെ ഒരേ നികുതിയിൽ 2 നിരക്കാണ്. 2.5% ഇവർക്ക്, ഇപ്പോൾ 5% ആണെങ്കിൽ 2.5% സംസ്ഥാനത്തിന്, 2.5% കേന്ദ്രത്തിന്. 12 ആണെങ്കിൽ 6% സംസ്ഥാനത്തിന്, 6% കേന്ദ്രത്തിന്. 18 ആണെങ്കിൽ 9% സംസ്ഥാനത്തിന്, 9% കേന്ദ്രത്തിന്. 28 ആണെങ്കിൽ 14% കേന്ദ്രത്തിന്, 14% സംസ്ഥാനത്തിന്. ഇങ്ങനെയാണ് ഇത് കൊടുക്കുക. എന്നാൽ സംസ്ഥാന സർക്കാരുകൾക്കല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം
ഭരിക്കുന്ന പ്രദേശങ്ങൾ ഡൽഹി, പുതുച്ചേരി പോലത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ അവർക്ക് മാത്രമുള്ള GST ആയിരിക്കും, അത് സെൻട്രൽ ഗവൺമെൻറ് മാത്രമാണ് പോകാമെന്നാണ്. പെട്രോൾ ഡീസലൊന്നും GSTയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല വരുമാനം നമുക്ക് ഒരുപാട് പെട്രോൾ നിരക്ക് കുറക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് നടത്തിയിട്ടില്ല. എന്തായാലും എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും GST ഉണ്ടോ? ഇല്ല. 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ GST രജിസ്ട്രേഷൻ നിർബന്ധമായി നടത്തേണ്ടതാണ്. ആരാണ്? 20 ലക്ഷത്തിൽ കൂടുതൽ കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുക? GST ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബില്ല് കൂടാനുള്ള കാരണം GST കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ സാധാരണ ഹോട്ടലുകളിലൊന്നും അത്ര വരുമാനം ഉണ്ടായിരിക്കില്ല, അവിടെ GST ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 5% ഓരോ പ്രൊഡക്റ്റുകളെയും ഓരോ ഉൽപ്പന്നങ്ങളെയും ഇങ്ങനെ ഓരോരോ നികുതി നിരക്കിൽ ആക്കിയിട്ടുണ്ട്. ചിലതിന് നികുതി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള. ബില്ല് നോക്കുക, GST നിരക്ക് നോക്കുക, GST നമ്പർ നോക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു ഭാഗവുമായിട്ട് ഡിസ്കസ് ചെയ്ത് വരാം.